പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയ കേസിൽ കസ്റ്റംസ് തിരയുന്ന സ്വപ്നയുടെ കുടുംബജീവിതത്തിലും താളപ്പിഴകൾ ഏറെയാണ്. ഗൾഫിൽ വെച്ച് 2002 വിവാഹം നടന്നത്. ഭർത്താവിനൊപ്പം ഗൾഫിൽ ബാർ ബിസിനസ് നടത്തുകയായിരുന്നു സ്വപ്ന. എന്നാൽ അപ്രതീക്ഷിതമായാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഭർത്താവിനെ പോലും അറിയിക്കാതെയുള്ള മടക്കം വിവാഹമോചനത്തിലാണ് കലാശിച്ചത് പോലും. ഭർത്താവിന്റെ സുഹൃത്തായ സിനിമാ നടനുമായുള്ള അടുപ്പമാണ് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് പ്രേരണയായി എന്നാണ് സൂചന. അതേസമയം ഈ ബന്ധം ഏറെ നാൾ നീണ്ടില്ല. നടന്റെ വീട്ടുകാർ എതിർത്തതോടെ വേർപിരിഞ്ഞു. ഈ ബന്ധത്തിന്റെ പേരിൽ കുടുംബവുമായുള്ള ബന്ധത്തിലും ഉലച്ചിലുണ്ടായി. സഹോദരനുമായി പിണങ്ങി. പിന്നെ ഗൾഫിലേക്ക് മടങ്ങിയിട്ടേയില്ല. 2012 മുതൽ തലസ്ഥാനത്ത് തങ്ങിയിരുന്നു. ഇതിനിടെ ട്രാവൽ ഏജൻസികളിൽ മാറി മാറി ജോലി ചെയ്തു. പിന്നീട് എയർ ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹായത്തിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗമായ സാറ്റ്സിൽ ജോലിക്കെത്തി. ഈ കാലയളവിലാണ് ക്രിമിനൽ കേസിൽ പ്രതിയായി മാറുന്നത്. വീണ്ടും വിവാഹിതയായി. അതിനുശേഷം കോൺസുലേറ്റിലെ ജീവനക്കാരിയുമായി. ഗൾഫിൽ നിന്ന് കാര്യമായ സമ്പാദ്യമില്ലാതെ നാട്ടിലെത്തിയ സ്വപ്നയുടെ ഇപ്പോഴത്തെ നിക്ഷേപങ്ങൾക്ക് കോടികളുടെ മതിപ്പുണ്ട്. നഗരത്തിൽ പ്രധാന ഭാഗത്ത് ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. കാർ ഷോപ്പിലെ നിക്ഷേപത്തിന് പുറമെ മറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും മുടക്കുമുതലുണ്ട് സ്വപ്നയ്ക്ക്. എയർ ഇന്ത്യ സാറ്റ്സിൽ പ്രവർത്തിക്കുമ്പോൾ 24,000 രൂപയായിരുന്നു മാസശമ്പളം എന്നത്. കോൺസുലേറ്റിലെ ശമ്പളത്തിനും വ്യക്തമായ രേഖകളുമുണ്ട്. ഇതിനുശേഷം ഇവരുടെ സമ്പാദ്യത്തിലുള്ള വർധനമാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. ഒരു തവണ സ്വർണം കടത്തുമ്പോൾ 15 ലക്ഷമായിരുന്നു പ്രതിഫലം ലഭിച്ചിരുന്നത്. സ്വർണ്ണക്കടത്തിലൂടെ ആർജിച്ച സ്വത്ത് കണ്ടുകെട്ടാനാണ് അന്വേഷണ ഏജൻസികളുടെ നീക്കം എന്നത്. ഇനിയും പുറത്തു വരാനുണ്ട് മറ്റേറെ വിവരങ്ങൾ. പല നിഗൂഢതകളും നീങ്ങണമെങ്കിൽ സ്വപ്ന രംഗത്തെത്തണം. എന്നാൽ സ്വപ്ന എവിടെയെന്ന് ഇപ്പോഴും തിരയുകയാണ് ഉദ്യോഗസ്ഥർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.